പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ആദ്യത്തെ സൺഡേയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ ദൈവം സഹായിച്ചല്ലോ. വളരെ ചുരുക്കം പേരായിട്ടാണെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കാമോ? ഓക്കെ ആണോ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ നേരുന്നു. ദൈവം സഹായിക്കട്ടെ. ഈ വർഷം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവിക വിടുതലുകളുടെയും വർഷമാക്കി ദൈവം തീർക്കട്ടെ. ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങൾ അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു വാക്യം നമുക്ക് വായിക്കാം. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വാക്യം, എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഞാൻ തന്നെ വായിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അപ്പോ ദൈവം കർത്താവ് എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയായി ഞാൻ മാറാത്തവൻ. ഞാൻ എല്ലായ്പ്പോഴും ഇന്നലെ എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് ഇന്നും, അത് തന്നെയാണ് നാളെ. ദൈവത്തിന്റെ മാറ്റമില്ലായ്മ. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അവന് മാറ്റമില്ല. ദൈവം നിത്യനാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒരാൾ ദൈവമാകണമെങ്കിൽ ആ ദൈവത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ട്. എല്ലാവർക്കും ദൈവമാകാൻ പറ്റില്ല. അതിന് ക്വാളിറ്റീസ് ഇങ്ങനെയാണ്: അവൻ സർവശക്തനായിരിക്കണം, സർവവ്യാപിയായിരിക്കണം, സർവജ്ഞാനിയായിരിക്കണം, നിത്യനായിരിക്കണം. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് മാറ്റമില്ലാത്ത ഒരവസ്ഥയായിരിക്കും. അങ്ങനെ ഒരു മാറ്റമില്ല. ഇന്നലെ എങ്ങനെയാണോ ഇന്നും അങ്ങനെ തന്നെ, നാളെയും അങ്ങനെ തന്നെ. ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. മരണമില്ലാത്ത ഒരു ദൈവം. ഹല്ലേലൂയ. നിത്യനായ ദൈവം, ഹോളിയായിട്ടുള്ള ഒരു ദൈവം, പരിശുദ്ധനായ ഒരു ദൈവം. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാളെയാണ് നാം കർത്താവായും നാഥനായും ദൈവമായും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നമ്മൾ അവന്റെ ജനമാണ്, അവന്റെ മക്കളാണ്. അതുകൊണ്ട് നാം ധൈര്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. നമുക്കൊരിക്കലും നാണിക്കേണ്ടി വരില്ല. നമുക്കൊരിക്കലും തലകുനിക്കേണ്ടി വരികയില്ല. മലാഖി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പ്രകാരം പറയുന്നുണ്ട്: യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. കഴിഞ്ഞൊരു വർഷം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എത്രയോ ഭയാനകമായ അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ദേശത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നു വന്നത്. പെട്ടെന്ന് ആളുകൾ മാറ്റപ്പെടുന്നു. ആക്സിഡന്റുകൾ, പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ. ബസ് കാത്തുനിന്ന കുഞ്ഞുങ്ങളുടെ മേൽ വണ്ടി പാഞ്ഞു കയറുന്നു. ബസ്സിൽ യാത്ര ചെയ്തവർ ആക്സിഡന്റുകളായിട്ട്, അങ്ങനെ പലവിധ കാര്യങ്ങളാൽ, മാറാരോഗങ്ങളാൽ, വ്യാധികൾ പിടിപെട്ട്, പകർച്ചവ്യാധികൾ പിടിപെട്ട് അനേകർ ഈ ലോകത്ത് മാറ്റപ്പെട്ടില്ലേ. രാത്രി സുഖമായി ഉറങ്ങാൻ കിടന്നവർ നേരം വെളുത്തപ്പോൾ ഒരു പ്രദേശം തന്നെ ഒലിച്ചുപോയ സംഭവങ്ങൾ. ചൂരൽമലയിൽ, വയനാട് ചൂരൽമലയിലൊക്കെ നമ്മൾ കണ്ട സംഭവങ്ങൾ അതാണ്. എത്രയോ പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു, എത്രയോ സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ചുട്ടുകൊട്ടാരം പോലെ തകർന്നടിയുവാനിടയായിട്ടുണ്ട്. ആളുകളുടെ അഡ്രസ്സ് പോലുമില്ല. എങ്കിലും ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾക്ക് ഒരുമിച്ച് പിന്നെയും ദൈവത്തെ പാടി സ്തുതിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ ബലമല്ല, നമ്മുടെ പുണ്യപ്രവൃത്തികളല്ല, പ്രാർത്ഥനാ ജീവിതത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, വിശുദ്ധിയുടെ ആഴം കൊണ്ടല്ല, ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ദൈവത്തിന് നമ്മളോട് കരുണയുണ്ടെന്നും ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ച് ഇരുന്ന് കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യണമെന്നും കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നും ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ആക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് പിന്നെയും നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം, ദൈവകൃപയിൽ ശരണപ്പെടാം. കർത്താവിന് നമ്മെ ഉപയോഗിക്കാനുണ്ട്, നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനുണ്ട്. ആ അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറയുമ്പോൾ അത് പഴയ നിയമത്തിലുള്ള ഒരു ഭാഗം കോട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എഴുത്തുകാരൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലാണ് നാം അതിന്റെ വാക്ക് കാണുന്നത്. 13-ാം വാക്യ പ്രകാരം വായിക്കുന്നു: ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും. അപ്പോ ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ട്, തന്നെ കൊണ്ട് തന്നെ സാക്ഷി നിർത്തി പറയുകയാണ്, ഞാൻ അനന്യനാണ്, എനിക്കതിന് കഴിവുണ്ട്, എനിക്കതിന് പ്രാപ്തിയുണ്ട്, എനിക്കതിന് കപ്പാസിറ്റി ഉണ്ട്. നമ്മളോട് ഒരു കാര്യം ദൈവം പറഞ്ഞാൽ അത് നടത്തിത്തരാൻ, അത് ഏറ്റെടുത്ത് അത് വേണ്ടുന്നതുപോലെ കാര്യങ്ങൾ ചെയ്തു തരാൻ, അത് ആരംഭിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഇട്ടുകളയുന്ന ഒരു ദൈവമല്ല, ആരംഭത്തിൽ തന്നെ നശിപ്പിച്ചു കളയുന്ന ദൈവമല്ല, മുളയിലെ നുള്ളിക്കളയുന്ന ദൈവമല്ല. അത് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് ദൈവം പ്രവർത്തന പദ്ധതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതിന് ആരംഭം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനത്തോളം എത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കുറിച്ച് തന്നെ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദിയും അന്തവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ചിലത് വിടുവിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ, അതിനെ കൈ വിടുവിപ്പിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല. അതിന് പ്രാപ്തനായ ഒരുത്തൻ ഇന്നുവരെ എഴുന്നേറ്റിട്ടില്ല, ഇനി എഴുന്നേൽക്കുകയുമില്ല. ദൈവം ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുവാൻ ദൈവത്തിന് സാധ്യമല്ല. അപ്പൊ കർത്താവ് പറയുകയാണ്, ഞാൻ ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. അപ്പം തടുക്കുവാൻ ഇഷ്ടമുള്ളവരും തടുക്കുവാൻ താല്പര്യമുള്ളവരും തടയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ തടുക്കുന്നവൻ എത്ര ശക്തനായാലും, ആമേൻ, ആ തടുക്കുന്നവൻ എത്ര പ്രമുഖനായാലും, ആ തടുക്കുന്നവൻ എത്ര കരുത്തനായാലും, ദൈവം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്, ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കർത്താവ് തുടർന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവം ആരോടാ പറയുക? ഇസ്രായേലിനോട് പറയുകയാണ്, അഥവാ നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്. അപ്പൊ നമ്മളെ വീണ്ടെടുത്തത്, ഉത്തരവാദിത്വത്തോടെ വീണ്ടെടുത്തൊരു കർത്താവ് നമുക്കുണ്ട്. തന്റെ രക്തമൂറ്റിത്തന്ന് നമ്മളെ വീണ്ടെടുത്തൊരു കർത്താവുണ്ട്. അത് എവിടെയെങ്കിലും ഇട്ടുകളയാനല്ല. കർത്താവിന് നാം ഒരു നിക്ഷേപമാണ്, കർത്താവിന്റെ സ്വത്താണ് നമ്മൾ, കർത്താവിന്റെ സമ്പത്താണ് നമ്മൾ. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ രക്തം, യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ വീണ്ടെടുത്തതാണ്. അത് അത്രയും പ്രഷ്യസ് ആണ്. യേശുവിന്റെ രക്തം എത്രയും പ്രഷ്യസ് ആയിരിക്കുന്നു. യേശുവിന്റെ ജീവനാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. രക്തത്തിൽ യേശുവിന്റെ ജീവനാണ്. അപ്പൊ യേശുവിന്റെ ജീവൻ തന്ന്, രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്തെങ്കിൽ നാം ഓരോരുത്തരും അത്രയധികം പ്രഷ്യസ് ആണ്. പത്രോസിന്റെ ലേഖനം പറയും, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. യെശയ്യാ പ്രവചനം അങ്ങനെയാ പറയും, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. അപ്പോ ഈ ദൈവത്തിന്റെ മാന്യത നമുക്കുണ്ട്, യേശുവിന്റെ രക്തത്തിന്റെ വില നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്, ഉടമസ്ഥരുണ്ട്, നമുക്കൊരു പിതാവുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു ദൈവമുണ്ട്. ചിലപ്പോൾ നമ്മളെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കാം, ആരും കെയർ ചെയ്യുന്നില്ലായിരിക്കാം, ആരും നമ്മളെ അന്വേഷിക്കുന്നില്ലായിരിക്കാം, നമ്മുടെ കാര്യം നോക്കിയെടുക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്റെ അടുക്കൽ വരും. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു, കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിച്ചു. അപ്പോൾ തന്നെ ഓർക്കുക, കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ആ ലോൺലി ഫീലിംഗ് ഒക്കെ നമ്മൾ മാറ്റിക്കളയണം. നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ ആരും കരുതുന്നില്ല, എൻ്റെ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല എന്നൊക്കെ ചിന്ത നമുക്കുണ്ടെങ്കിൽ,
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ഉറപ്പിക്കുകയാണ്, നീ തന്നെയല്ല, നിന്റെ ജീവിതയാത്രയിൽ നീ തനിച്ചല്ല, നിന്നെ തനിച്ച് വിടുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ വരും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ പോരും. ഹല്ലേലൂയ. ഒന്നും ചെയ്താലും മതി, ദൈവ സാന്നിധ്യം ഇല്ലാത്തടത്ത് നമ്മൾ പോകാതിരുന്നാൽ മതി. ദൈവത്തിന് യോഗ്യമല്ലാതിരിക്കുന്നിടത്ത് നാം പോകാതിരുന്നാൽ മതി. കർത്താവിന് യോഗ്യമാകുമെണ്ണം നടന്നാൽ കർത്താവ് ഏത് കൂരിരുൾ താഴ്വരയായാലും നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യോസേഫിന് കൂടെ ഇരുന്ന ദൈവം, യോസേഫിനോട് കൂടെ ഇരുന്ന ദൈവം. യോസേഫ് മിസ്രൈമിലേക്ക് പോയപ്പോൾ, ഹല്ലേലൂയ, അവിടുത്തെ കാരാഗൃഹവാസത്തിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, യോസേഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദാനിയേല് സിംഹക്കുഴിയിലേക്ക് പോയപ്പോൾ ദാനിയേലിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ. എബ്രായ ബാലന്മാർ തീച്ചൂളയിലേക്ക് പോയപ്പോൾ അവരോടുകൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. പത്മോസിലേക്ക് ഏകനായി യോഹന്നാൻ വലിച്ചെറിയപ്പെട്ടപ്പോൾ വൃദ്ധനായ വയോധികനായ മനുഷ്യൻ, ഹല്ലേലൂയ, കർത്താവിന്റെ നാമനിമിത്തം, യേശുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീർന്നു. ദൈവവേദനെ, നാം ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും നാം ഒറ്റപ്പെട്ടു പോയി, മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തി, നാം തനിയെ ആയിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും സാഹചര്യം നമ്മൾക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നമ്മളെ ഉറപ്പിക്കുക, ധൈര്യപ്പെടുത്തുകയാ, നീ തന്നെയല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എനിക്ക് വേണ്ടി ആരും കരുതുന്നില്ല. ഞാൻ എന്നോട് കൂടെ ഉത്തരവാദിത്വം വഹിക്കുവാൻ, അല്ലെങ്കിൽ ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മൾ തന്നെ അധ്വാനിക്കുന്നു, നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. ആരും സഹായിക്കാനില്ല, ആരും അത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഞാൻ തന്നെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്നു. ഒരു ഹെൽപ്പ് വേണമെന്നുണ്ട്, പക്ഷെ ആരും സഹായിക്കാനില്ല. നമ്മെ മനസ്സിലാക്കണമെന്നുണ്ട്, പക്ഷെ ആരും മനസ്സിലാക്കാനില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നാം പോകുമ്പോൾ വെൽ ഡൺ എന്ന് പറയാൻ ആരുമില്ല. ഇതുവരെ ചെയ്തത് നന്നായിരിക്കുന്നു, ഓക്കെ, എനിക്ക് അറിയോ എന്ന് പറയാൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മധ്യത്തിലൊക്കെ ക്ഷീണിച്ചു പോകാവുന്ന, മടുത്തു പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഈ പുതുവർഷത്തിന്റെ ആദ്യ സൺഡേയിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ഇനി കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചു, അവിടെയൊക്കെ കർത്താവ് നമ്മെ നിർത്തി, നമ്മളെ നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ ഒന്നുകൂടെ കൂടിയ തീച്ചൂള കൂട്ടുന്ന അനുഭവത്തിലൂടെ ചിലപ്പോൾ നാം പോയെന്ന് വരാം. കൂടുതൽ കാര്യങ്ങൾ വഷളായി എന്ന് വന്നേക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, അങ്ങനെ വഷളായ സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നാം കടന്നു പോകുന്നു എന്ന് വന്നാലും ഭാരപ്പെടരുത്. നമ്മളെ വീണ്ടെടുത്തവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഇവിടെ പറയുകയാണ്, വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ. ഇസ്രായേലിന്റെ പരിശുദ്ധൻ. നമ്മൾ യെശയ്യാപ്രവചനത്തിൽ കാണുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ യെശയ്യാവ് വളരെ ഭാരപ്പെട്ടിരിക്കുക. കഴിഞ്ഞ 52 വർഷം ഇസ്രായേലിനെ ഭരിച്ച രാജാവ് വളരെ മനോഹരമായി, വളരെ ചാതുര്യത്തോടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ഉസിയാവ് 52 വർഷം വളരെ ഭംഗിയായി ഭരിച്ചു. ഒത്തിരി ഭരണ പരിഷ്കാരങ്ങൾ വരുത്തി, ജനത്തിന് ക്ഷേമകരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ 52 വർഷം ഭരിച്ച ആ മനുഷ്യൻ നാട് നീങ്ങിയപ്പോൾ, യെശയ്യാവ് അവന്റെ ഉപദേഷ്ടാവായിരുന്നു, കൊട്ടാരം പ്രവാചകനായിരുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്ന, തന്റെ ജീവിതത്തിന് ഒത്തിരി കൈത്താങ്ങായിരുന്ന ആ മനുഷ്യൻ, രാജ്യത്തിന് ഒരു നല്ല നേട്ടത്തിന്റെ ഒരു നല്ല പങ്ക് വഹിച്ച ആ മനുഷ്യൻ നാട് നീങ്ങിയപ്പോൾ അവൻ ഒത്തിരി ഭാരപ്പെട്ടു. ആ സിംഹാസനം ശൂന്യമായി കിടക്കുന്നു. ഇനി ജനത്തെ ആര് ഭരിക്കും? ആര് കാര്യങ്ങൾ ചെയ്യും? ഇത്ര ഉത്തരവാദിത്വത്തോടെ, ഭരണസാമർത്ഥ്യത്തോടെ ആര് ഭരിക്കും എന്നുള്ള ചിന്തകളൊക്കെ അവന്റെ ഉള്ളിൽ വന്നപ്പോൾ അവനൊരു ദർശനം കാണുവാനിടയായി തീർന്നു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. സറാഫുകൾ അവന്റെ ചുറ്റും നിന്നു. ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം. അത് ഇസ്രായേലിന്റെ രാജാവിന്റെ സിംഹാസനമല്ല. ദൈവത്തിന് സ്തോത്രം. യഹോവയായ രാജാധിരാജാവായ കർത്താവായ ദൈവത്തിന്റെ സിംഹാസനം ആ യെശയ്യാവ് ദർശനത്തിൽ കാണുവാനിടയായി തീർന്നു. മാത്രമല്ല, സറാഫുകൾ അവന്റെ ചുറ്റും നിന്നു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ കണ്ടു ഉസിയാവിന്റെ രാജാസനമല്ല,
നിത്യനായ ദൈവത്തിന്റെ രാജാസനം അവൻ കാണുവാനിടയായി തീർന്നു. മാറ്റമില്ലാത്തവന്റെ രാജാസനം അവൻ കാണുവാൻ അവന് ഒരു കാര്യം മനസ്സിലായി, ഭരിക്കുന്നവൻ നീങ്ങിപ്പോയിട്ടില്ല. കേവലം മനുഷ്യനായ ഒരു രാജാവ് മാത്രമാണ് മാറിപ്പോയത്. എന്നാൽ രാജാതിരാജാവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ ദൈവം മാറിപ്പോയിട്ടില്ല. അവൻ ഇന്നും ഭരണസാമർഥ്യത്തോടെ ഭരണസാരഥ്യം വഹിച്ചുകൊണ്ട് ഇന്നും സിംഹാസനത്തിൽ വാഴുന്നവനായുണ്ട് എന്നൊരു ചിന്ത യെശയ്യാവിനെ ഭരിക്കുവാനിടയായി തീർന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താ അരുളി ചെയ്യുന്നത്? ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും. അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത സമുദ്രത്തിൽ വഴിയുണ്ടാക്കുന്നവനാണ്. സമുദ്രം അങ്ങനെ തന്നെ കിടന്നോട്ടെ, വഴിയില്ല എന്ന് സമുദ്രം ബാധിച്ചോട്ടെ, ഹല്ലേലൂയ, ഇനി നിനക്ക് വഴി തരികയില്ല. ഈ ദൈവജനം മുൻപോട്ട് വരുമ്പോൾ നമുക്കറിയാം, ചെങ്കടലിൽ ചെങ്കൽപ്പാതി ഒരുക്കിയ ദൈവമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 25 ലക്ഷം വരുന്ന ജനം, 6 ലക്ഷത്തിൽ വരുന്ന സഹോദരന്മാർ, യുദ്ധതൽപരന്മാരായ അല്ലെങ്കിൽ യുദ്ധ വീരന്മാരായ ആളുകൾ തന്നെ പുറപ്പെട്ടു. 25 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ജനത്തെ മോശ നയിച്ചുകൊണ്ട് വരികയാണ്. ദൈവം ഡിസൈൻ ചെയ്ത പാതയിലൂടെയാണ് കൊണ്ടുവരുന്നത്. എന്നാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് പീഹഹീരോത്തിന് അരികെയുള്ള അവിടെ പാളയമിറങ്ങാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. സമുദ്രതീരത്ത് പാളയമിറങ്ങുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ ഈ താറാവിൻ കൂട്ടങ്ങളുണ്ട്. താറാവിൻ കൂട്ടങ്ങൾ കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ ഈ താറാവുള്ള ആളുകള് ഈ കൂട്ടത്തോടെ 10,000 താറാവിൻ കൂട്ടത്തെ ഇങ്ങനെ പാടത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരിങ്ങനെ പാഞ്ഞു നടക്കും. അപ്പോൾ ഒരു വലിയ നീളമുള്ള വടി കൊണ്ട് ഇതിനെയൊക്കെ തടുത്തുകൂട്ടി കൊണ്ടുപോകും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ മോശ വെപ്രാളത്തിൽ ഈ ജനത്തെയെല്ലാം പുറപ്പെടുവിച്ച് തടുത്തുകൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അബദ്ധം പറ്റി ചെങ്കടലിന്റെ തീരത്ത് വന്നതല്ല. ദൈവം അവരോട് വരാൻ പറഞ്ഞിട്ട് വന്നതാണ്. ഇനി ഞാൻ ആ ഭാഗമൊക്കെ കർത്താവ് അനുവദിച്ചാൽ നമ്മളൊക്കെ വേറെ ഏതെങ്കിലും സമയത്ത് ചിന്തിക്കാമെന്ന് കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചെങ്കടൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ചെങ്കടൽ ദൈവം എന്ത് ചെയ്തു? പാത കണ്ടു. ദൈവം പാതയൊരുക്കി. അതിന്റെ മനോഹരമായ ചിത്രം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പെരുവെള്ളത്തിൽ പാതയുണ്ടാക്കുക. ആ പെരുവെള്ളത്തിൽ ദൈവം ജനത്തിനു വേണ്ടി, അല്ലെങ്കിൽ വാഗ്ദത്തം പ്രാപിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കനാനിലേക്ക് 430 വർഷം അടിമകളായി പീഡനം അനുഭവിച്ച് കയ്പിന്റെ അനുഭവം ജീവനിൽ വന്നിട്ട് മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ ഭാരപ്പെട്ട ജനത്തിനു വേണ്ടി ദൈവം വീര്യമുള്ള ഭുജം കൊണ്ടും നീട്ടിയ കൈ കൊണ്ടും അത്ഭുതം ചെയ്ത് അവരെ പുറപ്പെടുവിച്ച് വാഗ്ദത്ത കനാലിലേക്ക് യാത്ര പുറപ്പെടുവിക്കുമ്പോൾ തടസ്സമായി നിൽക്കുകയാ സമുദ്രം. ഇനി വഴിയില്ല, ഈ ജനത്തിന് പോകാൻ വഴിയില്ല എന്ന് പറയുമ്പോൾ ദൈവം കൽപ്പിക്കുകയാണ്, എന്റെ ജനത്തിന് വഴി മാറിക്കൊടുക്കണം. വാഗ്ദത്തം പ്രാപിച്ച ജനം വരികയാ, എന്റെ ജനം വരികയാ. സമുദ്രമേ, നിനക്ക് ഇങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയില്ല. ആയുസ്സിൽ നിനക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നീ ഇന്ന് എന്റെ ജനം കടന്നു വരുന്ന ഈ സമയത്ത് വഴി മാറിയേ മതിയാകുള്ളൂ. കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ വടി നീട്ടണം. ഓക്കെ, അങ്ങനെ ദൈവം മോശ വടി നീട്ടിയപ്പോൾ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. വെള്ളം രണ്ടായി പിരിഞ്ഞു. ഈ ജനം മുഴുവനും അക്കരെ കടക്കത്തക്ക വേണം ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്, രഥം, കുതിര, സൈന്യം, ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം ചെയ്യുന്നു. അവർ ഒരുപോലെ കിടക്കുന്നു, എഴുന്നേൽക്കയില്ല. അവർ കെട്ടുപോകുന്നു, വിളക്ക് തിരി പോലെ കെട്ടുപോകുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് മിസ്രയീമ്യരെ കാണാനായിട്ട് സാധിക്കും. അവിടെ മിരിയാം പാട്ടുപാടുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഈയം പോലെ പെരുവെള്ളത്തിൽ അവർ താണുപോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യഹോവ ആരെന്ന് ചോദിച്ച ഫറവോൻ, ഹല്ലേലൂയ, മിസ്രയീമിൽ ചെങ്കടലിൽ വെള്ളം കുടിച്ചപ്പോൾ മനസ്സിലായി, ഹല്ലേലൂയ, ചത്തു വീണപ്പോൾ മനസ്സിലായി യഹോവ ആരാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ പറയുകയാണ്, ഇവിടെ പറയുന്ന വേറൊരു കാര്യം, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു. ഹല്ലേലൂയ. അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇതാ ഇനി പിന്നെയും പറയുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓരോന്നോരോന്നായി എടുത്തു പറയുകയാണ്. ഞാൻ മരുഭൂമിയിൽ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കുവാൻ. ഹല്ലേലൂയ, ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇവിടെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. വീണ്ടെടുപ്പുകാരനാണ് അവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്, ഇസ്രായേലിന്റെ സ്രഷ്ടാവാണ്, ഹല്ലേലൂയ, രാജാവാണ്, സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുന്നവനാണ്.
ദൈവത്തിന് സ്തോത്രം. ശത്രുവിന്റെ ബലത്തെ കെടുത്തിക്കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ വഴിയും വരണ്ട നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി എന്തിനാണെന്നറിയാമോ ഇതൊക്കെ ദൈവം ചെയ്യുന്നത്? എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ജനം ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് കൊണ്ടാണ് ദൈവജനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട്, യെശയ്യാപ്രവചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല, എന്റെ സ്തുതി മറ്റൊരുത്തരും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ദൈവം ഹല്ലേലൂയ സ്തുതിക്ക് യോഗ്യനാണ്. ഹി ഡിസേർവ്ഡ് ഇറ്റ്. ഹല്ലേലൂയ. ദൈവം അതിന് യോഗ്യനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തോടുള്ള പ്രീതി, ദൈവം അത് ഡിവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം അത് അൺഡിവൈഡഡ് ലവ് ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് മറ്റുള്ളവർക്ക് വിഭാഗിക്കപ്പെടാത്ത ആ സ്നേഹം, അപൂർണ സ്നേഹം, പൂർണ്ണതയുള്ള സ്നേഹം ദൈവം നമ്മളുടെ പ്രതീക്ഷിക്കുന്നു. ദൈവം ചെയ്യുന്നതിനനുസരിച്ച്, ദൈവം നമ്മെ കരുതുന്നതിനനുസരിച്ച് ഒരു പ്രതിസ്നേഹം കാണിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാനിടയാകട്ടെ. ഇവിടെ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്തെ നദികളും ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ എന്റെ ചിന്തയിലേക്ക് വരുന്ന ഒരു പഴയ നിയമ ഭാഗം ഇങ്ങനെയാണ്. 2 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. യഹൂദ രാജാവും ഇസ്രായേൽ രാജാവും ഏദോം എന്ന് പറയുന്ന രാജാവുമായിട്ട് മോവാബ്യർക്കെതിരെ യുദ്ധത്തിന് വരികയാണ്. മോവാബ്യർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇസ്രായേലോട് മത്സരിച്ച് ഒരു മത്സരബുദ്ധിയോടെ വന്ന് അവരെ ആക്രമിക്കാൻ വരികയാണ്. വേറെ രക്ഷയില്ലാതെ വന്ന ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവിനെ യെഹോശാഫാത്തിനെ കൂട്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഏദോം രാജാവിനെ കൂട്ടുപിടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരിങ്ങനെ യുദ്ധത്തിനായി സകലവിധമായ സന്നാഹങ്ങളുമോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. മൃഗങ്ങളുണ്ട്, അതുപോലെ തന്നെ സകല മൃഗവാഹനങ്ങളും ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം, അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. 7 ദിവസം വരെ ഇങ്ങനെ അലയുകയാണ്. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത ജനമാണ്. പക്ഷെ ഇവർ അലഞ്ഞ് അല്ലെങ്കിൽ ഇവർക്ക് ശക്തിയില്ലാതെയായി. കാരണം വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായി. സൈന്യമുണ്ട്, പക്ഷെ ഇവർക്ക് പോരാടുവാനുള്ള ശക്തിയില്ല. കാരണം ഇവർക്ക് വെള്ളം കിട്ടുന്നില്ല. 7 ദിവസമായിട്ട് ഇവര് അലഞ്ഞുഴലുകയാണ്. മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇവരുടെ കുതിരകളാകട്ടെ, ഇവർക്ക് യുദ്ധസന്നാഹത്തിനുള്ള മൃഗങ്ങൾ എന്തായിക്കോട്ടെ, അതിനൊന്നും ഒരു ജീവനില്ലാത്ത അവസ്ഥയായി, ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയായി, വെള്ളം കിട്ടുന്നില്ല. അപ്പോ അവര് ചിന്തിക്കുകയാണ്, യഹോവയായ ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ മോവാബ് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണോ യഹോവ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് അവർ തമ്മിൽ ചോദിക്കാനിടയായിത്തീർന്നു. അപ്പോൾ യഹൂദ രാജാവ് ചോദിക്കുകയാണ്, ഇവിടെ ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ പോലും ഇല്ലേ യഹോവയുടെ പ്രവാചകനായിട്ട്? പ്രവാചകന്റെ പക്കൽ ഉപദേശമുണ്ട്, അരുളപ്പാടുണ്ട്. പ്രവാചകന്റെ പക്കൽ അരുളപ്പാടുണ്ട് എന്നറിയാവുന്ന യഹോശാഫാത്ത് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഇവിടെ ഒരു പ്രവാചകനുമില്ലയോ? അപ്പം യഹോശാഫാത്തിനറിയാം പ്രവാചകന്റെ കയ്യിൽ സൊല്യൂഷനുണ്ട്, ദൈവത്തിന്റെ കയ്യിൽ മറുപടി ഉണ്ട്. ദൈവത്തിന്റെ മറുപടി നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പ്രവാചകന്റെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പം ദൈവത്തിന്റെ ആലോചന ചോദിക്കാൻ, ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ, ഒരു മറുപടി കിട്ടുവാൻ ഇവിടെ ആരുമില്ല എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പറയുകയാണ്, ഇവിടെ ഏലിയാവിന് വെള്ളമൊഴിച്ചു കൊടുത്ത ഒരു മനുഷ്യനുണ്ട്, എലീശ പ്രവാചകൻ, അവൻ ഇവിടെയുണ്ട്. എന്നാൽ അവന് വേണ്ട വിധത്തിൽ ആലോചനയൊന്നും എന്നോട് അങ്ങനെ പറയാറില്ല, പറഞ്ഞാൽ അനുസരിക്കാറുമില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആലോചന അനുസരിക്കാത്തിടത്തോളം കാലം ദൈവം അതിന് ഉത്തരവാദിയായിരിക്കുന്നില്ല. ദൈവം പിന്നെയും നമ്മോട് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചത് നമ്മൾ കേൾക്കുകയും അത് അനുസരിക്കുകയും വേണം. ദൈവത്തിന് സ്തോത്രം. എന്തുമാകട്ടെ, അവര് ആലോചന ചോദിക്കാൻ തീരുമാനിക്കുന്നു. ആദ്യമൊക്കെ എലീശ അത് വിസമ്മതിക്കുന്നെങ്കിലും ഈ യഹൂദ രാജാവായ യഹോശാഫാത്തിനെ ഓർത്ത് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. എന്താണെന്നറിയാമോ? നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ ഈ താഴ്വരയിൽ മുഴുവനും നിങ്ങൾ കുഴികൾ കുഴിക്കണം. ദൈവത്തിന് താഴ്വരയിൽ കുഴികൾ കുഴിക്കണം. വെള്ളമില്ലാത്ത സ്ഥലം, മരുഭൂമി, ദൈവത്തിന് സ്തോത്രം, താഴ്വര,
കർത്താവ് പറയണം, ഇവര് 7 ദിവസമായി വെള്ളം കിട്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രവാചകൻ ഒരു സൊല്യൂഷൻ അവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ നമ്മൾ കടന്നു പോകുന്ന ചില മേഖലകളിൽ ഹല്ലേലൂയ, മറുപടിയില്ലാത്ത ചില വിഷയങ്ങളുമായി, ഉത്തരം കാണാത്ത ചില അനുഭവങ്ങളുമായി അലഞ്ഞുഴലുന്ന, എവിടെ നിന്ന് സഹായം വരും, എന്ത് മറുപടി കിട്ടും, ആരുത്തരം പറയും, എവിടെ നിന്നാണ് ഒരു നല്ല വാക്ക് കിട്ടുക എന്നോർത്ത് നാം ഭാരപ്പെടുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ആലോചനകൾക്ക് വിശ്വാസത്താൽ ചിലത് ചെയ്യുവാനായിട്ട് തയ്യാറാകുക. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുകയാണ്, കാറ്റ് കാണുകയില്ല, മഴയും കാണുക. സ്വാഭാവിക ഒരു സ്ഥലത്ത് വെള്ളം ഉണ്ടാകണമെങ്കിൽ, പ്രത്യേകിച്ച് മരുഭൂമിയൊക്കെ ആകുമ്പോൾ വെള്ളം ഉണ്ടാകണമെങ്കിൽ മഴ പെയ്യണം. മഴ പെയ്യണമെങ്കിൽ കാറ്റ് കാർമേഘങ്ങളെ കൊണ്ടുവരണം. ഇത് യാതൊരു ഒരു സാഹചര്യവും ഇല്ലാതിരിക്കെ, ഒരു തെളിവിൽ, എന്തുവാ പറയുന്നത്, അതിനെ ഒരു സാഹചര്യവും കാണാതിരിക്കെ, അനുകൂലമായ ഒരു വഴിയും ഇല്ലാതിരിക്കെ പ്രവാചകൻ പറയുകയാണ്, താഴ്വരയിൽ കുഴികൾ വെട്ടുക, അതിനെ ഞാൻ നിറയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. അവിടെ സംഭവിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. പിറ്റേ ദിവസം അവിടെ പറയുന്നു, നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് ചില കാര്യങ്ങളും കൂടെ ചെയ്യുമെന്ന് ദൈവം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യം ദൈവം പറയുക. ഒന്ന്, നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം തരും. രണ്ട്, നിങ്ങളുടെ ശത്രുക്കൾ ആരെയാണോ നിങ്ങൾ തോൽപ്പിക്കാൻ യുദ്ധത്തിനായി വന്നിരിക്കുന്നത്, ആ വിഷയം ഞാൻ കൈകാര്യം ചെയ്യും. അപ്പോൾ നമ്മുടെ നേരെ വരുന്ന വിഷയങ്ങൾ ദൈവം കൈകാര്യം ചെയ്യും. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള, നമ്മുടെ ഇപ്പോഴുള്ള വിഷയങ്ങളും ദൈവം കൈകാര്യം ചെയ്യും എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം ഇപ്പോൾ അവരുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അവർക്ക് വെള്ളമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് യുദ്ധം ചെയ്യണമെന്നുള്ളതാണ്, ശത്രുവിനെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. ദൈവത്തോട് അവര് എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഈ രണ്ട് കാര്യത്തിനും ദൈവം അവർക്ക് ഉത്തരം അരുളുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. കണ്ടോ, ഈ താഴ്വരയിൽ യാതൊരു വെള്ളത്തിന്റെ സാന്നിധ്യവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ആയപ്പോൾ ഒരു നദി ഒഴുകി വരികയാണ്. നദി, നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. നദി ഒഴുകി വരികയാണ്. നദി ഒഴുകി വന്ന് ഏദോം വഴിയായി വരികയാണ്. എവിടെന്നാ നദി, എവിടത്തെ നദിയാ നമുക്കറിയില്ല. ഏതോ ഒരു നദി, എവിടത്തെയോ ഒരു നദി. ദൈവം ഇസ്രായേലിന്റെ ആവശ്യത്തിന്റെ മുൻപാകെ, ഈ ജനത്തിന്റെ ആവശ്യത്തിന്റെ മുൻപാകെ ദൈവം കൊടുത്ത അരുളപ്പാടിന്റെ ആ ബലത്തിൽ കർത്താവ് പ്രാപ്തനാകും. ദൈവം പറഞ്ഞു, നാളെ വെള്ളം കിട്ടും. അത് കർത്താവ് ചെയ്യുകയാണ്. എന്താ ചെയ്ത്? എവിടെയോ ഉണ്ടായിരുന്ന ഒരു നദി വഴി തിരിച്ചു വിട്ട് ഇവരായിരിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരികയാണ്. കർത്താവ് പറഞ്ഞു, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല. സ്വാഭാവിക മാർഗങ്ങളിലൂടെ ഒന്നുമല്ലാത്ത ഒരു വിടുതൽ വരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആരോ ഒരാൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, അല്ലെങ്കിൽ സ്വാഭാവികമായ മാർഗങ്ങളിലല്ല, നീ ഉദ്ദേശിക്കുന്ന മാർഗത്തിലൂടെയല്ല, നീ പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെയല്ല, നീ എക്സ്പെക്ട് ചെയ്യുന്ന ചില വ്യക്തികളിലൂടെയല്ല. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ നദി പോലെ ചില വിഷയങ്ങൾ ഒഴുക്കി കൊണ്ടുവന്ന് നിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിപ്പാൻ ദൈവം മതിയായവനാണെന്ന് പരിശുദ്ധാത്മാവ് ഈ വാക്കുകളിലൂടെ നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിറ്റേന്നാൾ രാവിലെ ഇവർ നോക്കിയപ്പോൾ ഹല്ലേലൂയ, താഴ്വര മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവര് കുടിച്ചു, അവരുടെ മൃഗങ്ങളെല്ലാം കുടിച്ച് തൃപ്തിയായി. അപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. അപ്പുറത്തുണ്ടായിരുന്ന ശത്രുപാളയത്തുള്ളവർ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ രാജാക്കന്മാർ തമ്മിൽ വെട്ടി അത് അവർ നശിച്ച് അവരുടെ ചോരയാണ്, രക്തമാണ് ഈ കിടക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവർ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ നിന്ന് ഇവരെ എഴുന്നേറ്റ് പോയി അവരെ വെട്ടുകയും കൊല്ലുകയും കവർച്ച ചെയ്യുകയും ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശത്രുവിന് ഒരു തോന്നൽ, അന്ന് വരെ കാണാത്ത വെള്ളം അവിടെ ഉണ്ടായി. അതവർ കണ്ടിട്ടില്ല. രാവിലെ സൂര്യന്റെ കിരണങ്ങളേറ്റ് ഈ വെള്ളത്തിൽ പ്രതിഫലിച്ചപ്പോൾ ഈ സൂര്യന്റെ അതിരാവിലെയുള്ള ആ കളറ് കണ്ടിട്ട്, ഈ വെള്ളത്തിന്മേൽ തട്ടുന്നത് കണ്ടിട്ട് അവർക്ക് ഇത് രക്തമാണെന്ന് തോന്നി. അവിടെ നമ്മൾ വായിക്കുന്നത്, തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ
ചുവപ്പായി തോന്നി, രക്തം പോലെ ചുവപ്പായി തോന്നി. അപ്പൊ ശത്രുവിന് ചില തോന്നലുകൾ മാത്രം മതി. ചില തോന്നലുകൾ തോന്നിപ്പിച്ച് അവരെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവം വിചാരിച്ചാൽ ചില ചിന്തകൾ മതി ശത്രുവിന് ഓടിപ്പോകാൻ. ഹല്ലേലൂയ. നമ്മള് ഒട്ടും യുദ്ധം ചെയ്യാതെ യുദ്ധം യഹോവയ്ക്ക് വിട്ടുകൊടുത്താൽ, കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം അത് കൃത്യമായി ഭംഗിയായി ചെയ്തെടുക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ, അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് യഹോവയിൽ ആശ്രയിക്കുന്ന അല്ലെ തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത്. യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ മൂടാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കണ്ണ് മൂടാടിക്കൊണ്ടിരിക്കുന്നു. ആരാണ് എന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്? ആരാണ് എന്നെ നോക്കിയിരിക്കുന്നത്? ആരാണ് എന്നിൽ ആശ്രയിക്കുന്നത്? ആരാണ് എന്നെ ഏറ്റുപറയുന്നത്? ആരാണ് എനിക്ക് വേണ്ടി ജീവിക്കുന്നത്? ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമോ അവരെ അത്ഭുതകരമായി നടത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാനിങ്ങനെ ഈ മീറ്റിംഗിൽ ആദ്യം കടന്നു വന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ, അല്ലെ? വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ് എത്ര വിശ്വസ്തനാ. കർത്താവ് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉള്ളപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. ഒരാളുള്ളടത്തും കർത്താവ് പോയിട്ടുണ്ട്. കർത്താവ് ശമരിയക്കാരി അന്വേഷിച്ച് സുഖാർ എന്ന പട്ടണത്തിൽ ആ കിണറ്റിന്റെ അടുക്കൽ ചെന്നു. നട്ടുച്ചയ്ക്ക്, ഹല്ലേലൂയ, ഏറെ ചൂടുള്ളപ്പോൾ, വെയിലുള്ളപ്പോൾ, ഹല്ലേലൂയ, പരിക്ഷീണിതനായി, എന്നിട്ടും വേറെ ഒന്ന് വിശ്രമിക്കാൻ പോകാതെ ഈ സ്ത്രീയെ തേടി ശമരിയ പട്ടണത്തിൽ തകർന്ന ഒരു ജീവിതത്തിനുടമയായ ആ സഹോദരിയെ തേടി കർത്താവ് ചെന്നു. ഹല്ലേലൂയ. നമ്മുടെ തകർന്ന അനുഭവങ്ങളെ കർത്താവിനറിയാം. നമ്മൾ ഉടഞ്ഞ അനുഭവങ്ങളെ കർത്താവിനറിയാം. നമുക്ക് വേണ്ടി വരുന്ന ഒരു കർത്താവുണ്ട്. എന്തിനാ ഒത്തിരി പേര് ഒരിക്കൽ നമുക്കറിയാമല്ലോ, രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ കഥ നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അവൾ 12 വർഷം രോഗിയായിരുന്നു. അവൾക്ക് വളരെ ശാരീരിക ക്ഷീണമുണ്ടായിരുന്നു, അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അവൾ വളരെ ബലഹീനയായിരുന്നു. ഇങ്ങനെ യേശുവിന്റെ വർത്തമാനം കേട്ട് യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് യേശുവിനെ തൊടുവാനായിട്ട് അവൾ പോകുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കാര്യം, പുരുഷാരം അവനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. സക്കായിയുടെ കാര്യം നമുക്കറിയാലോ. പുരുഷാരം നിമിത്തം യേശുവിനെ കാണാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ കാട്ടത്തിമേൽ കയറിയത്. അവന് പൊക്കം കുറവായിരുന്നു. അവന്റെ കുറവ് മനസ്സിലാക്കിയവൻ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. യേശുവിനെ എങ്ങനെയെങ്കിലും കാണണം, അവൻ എങ്ങനെയുള്ളെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പുരുഷാരം തടസ്സമായിരുന്നു. ഈ സ്ത്രീക്കും ഒരുപക്ഷെ പുരുഷാരം തടസ്സമായിരിക്കാം. ഹല്ലേലൂയ. എങ്ങനെയോ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ നമ്മൾ ഇവിടെ വായിക്കുന്നു, അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവൾ ഉടനെ സൗഖ്യമായി. തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടത് യേശു അറിഞ്ഞിട്ട്, ഹല്ലേലൂയ, അവൻ ചോദിക്കാൻ, ഒരാളിനെ തൊട്ടു. ആരാ തൊട്ടത്? ആരാ എന്നെ തൊട്ടത്? ഒരാളിനെ തൊട്ടു. അപ്പൊ 10 ദിവസം കൂടെയുള്ളവരൊക്കെ പറയാ, ഗുരുവേ എന്താ ചോദിക്കണേ? എന്ത് ചോദ്യായി ചോദിക്കണേ? ഇത്രയും പേര് നിന്നെ തൊക്കി തിരക്കി തട്ടി മുട്ടി ഒക്കെ പോവുക, ഇങ്ങനെ ഉരുമി ഒക്കെ പോവുകയാണ്. അത്രയധികം പുരുഷാരമുണ്ട്. ഇതാരാ നിന്നെ തൊട്ടെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരമാ പറയേണ്ടത്? ഹല്ലേലൂയ. യേശു പെട്ടെന്ന് വളരെ സ്പഷ്ടമായി പറഞ്ഞു, ഇല്ല, ആരെങ്കിലും എങ്ങനെയെങ്കിലും തട്ടിയതോ മുട്ടിയതോ അല്ല, ഒരാളെ ആവശ്യബോധത്തോടെ തൊട്ടു. ഹല്ലേലൂയ. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. യേശുവിൽ നിന്ന് ശക്തി ചോർത്തിയെടുക്കുവാൻ, യേശുവിൽ നിന്ന് ശക്തി ഊറ്റിയെടുക്കുവാൻ ആവശ്യബോധത്തോടെ, എത്രയധികം തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിഷയങ്ങൾക്ക് മറുപടി പ്രാപിക്കണമെന്നുള്ള വളരെ ബോധ്യത്തോടു കൂടെ കടന്നു വന്ന ആ സഹോദരിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ഒരാള് മതി. ആവശ്യബോധത്തോടെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ആളുകളുടെ പെരുപ്പത്തിലല്ല, എങ്ങനെയെങ്കിലും വന്നിരുന്നിട്ട് പോകുന്ന ഒരു അനുഭവത്തിലല്ല, ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തന്നെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. ചെങ്കടലിനെ വിഭാഗിക്കാൻ ദൈവത്തിന് കഴിയും. അത് നമ്മൾ പറഞ്ഞു. ചെങ്കടലിനെ വിഭാഗിക്കാൻ ദൈവത്തിന് കഴിയും. അതുപോലെ തന്നെ യോർദാനെ വറ്റിക്കാനും ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇനി മരുഭൂമിയായി കിടക്കുന്ന സ്ഥലത്തേക്ക് വെള്ളത്തെ ഒഴുക്കിക്കൊണ്ടുവരാനും ദൈവത്തിന് കഴിയും. ഉള്ള നദിയെ ആവശ്യപ്രകാരം നമുക്ക് ആവശ്യമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യം ആ നദി വറ്റിക്കാനാണെങ്കിൽ ദൈവം വറ്റിച്ചു കളയും. ഇനി നദിയില്ല, വെള്ളമില്ല, മരുഭൂമിയാ, ഒന്നും കാണാനില്ല, ജലത്തിന്റെ ഒരു അംശം പോലും കാണാനില്ല,
അവിടെ വെള്ളമാണ് ആവശ്യമെങ്കിൽ നദിയെ ഒഴുക്കിക്കൊണ്ടുവരാനും ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് 114 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നവൻ തീക്കൽപ്പാറയിൽ നിന്ന് ജലതടാകം പുറപ്പെടുവിക്കുന്നവൻ, തീക്കൽപ്പാറയിൽ നിന്ന് ജലതടാകം പുറപ്പെടുവിക്കുന്നവൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തീക്കൽപ്പാറ, പാറയിൽ നിന്ന് ഒരിക്കലും, അവിടെ മരുഭൂമിയിൽ കിടക്കുന്ന പാറയിൽ നിന്ന് ഒരിക്കലും വെള്ളം വരാറില്ല. ഹല്ലേലൂയ. എന്നാൽ മോശയോട് അടിക്കാൻ പറഞ്ഞു. ആ പാറ പൊട്ടിച്ച് അല്ലെങ്കിൽ ജലം പുറപ്പെടുവാനിടയായി. നദി പോലെ ജലം പുറപ്പെട്ടു. ഒരിക്കലും വരികയില്ല, തരികയില്ല, നന്മ കാണിക്കയില്ല എന്ന് പറയുന്ന ചില തീക്കൽപ്പാറകൾ, തീക്കല്ല് പോലെ ഇരിക്കുന്ന, നന്മ കാണിക്കയില്ല, നന്മ തൊടിയിക്കയില്ല, ഇതിൽ നിന്ന് ഒരു നന്മയും ലഭിക്കയില്ല, ഇതിൽ നിന്ന് ഒരു കാലത്തും നമുക്ക് ഗുണം വരികയില്ല എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ, ചില അവസ്ഥകളിൽ നിന്ന് നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാ. ഹല്ലേലൂയ. ആ പാറയിൽ നിന്ന് ജലതടാകത്തെ പുറപ്പെടുവിച്ചതുപോലെ, ഹല്ലേലൂയ, ഈ ന്യൂ ഇയറിൽ കർത്താവ് തരുന്ന വാഗ്ദത്തം ഇതാണ്. ഹല്ലേലൂയ. പാറയെ ജലതടാകമാക്കി തീർക്കുന്നവൻ. ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തടത്ത്, ഒരിക്കലും നന്മ കാണുകയില്ല എന്ന്, നന്മ കിട്ടുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് ചില നന്മകൾ നിന്നെ തേടി വരുവാനിടയാകും. നമ്മൾ വായിക്കുന്ന സങ്കീർത്തനങ്ങൾ വായിക്കാറ്, കൂടാരങ്ങൾ കൂടെ ഒഴുകി, ഹല്ലേലൂയ, സമീപത്തു കൂടെ ഒഴുകി ഈ ജലം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഉപകാരമായി വന്നു. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അവരെ, ഹല്ലേലൂയ, അവർ പോയെടുത്തല്ല, അവരെ അനുഗമിച്ച ഒരു ആത്മീക പാറയുണ്ടായിരുന്നു. അവർക്ക് വെള്ളം കൊടുത്ത ഒരു പാറയുണ്ടായിരുന്നു. തീക്കൽ പാറയിൽ നിന്ന് ജലതടാകം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഇനി നിനക്ക് താങ്ങുവാൻ കഴിയാത്ത, ഓവർകം ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നദി പോലെ നിന്നെ മുക്കിക്കളയാനാണ് വരണമെങ്കിൽ അത് വിഭാഗിക്കപ്പെടുന്നില്ല, അത് വറ്റിച്ചു കളയാൻ പറ്റുന്നില്ല. അതിലൂടെ നീ നീന്തിക്കൊണ്ടിരിക്കുക, കരയെത്തുന്നില്ല, അക്കരയെത്തുവാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിന്നെ മുക്കിക്കളയുമെന്ന് വാതുകെട്ടി, നിന്നെ മുക്കിക്കളയുമെന്ന് വെല്ലുവിളിച്ച് അതിനുവേണ്ടി തന്നെ തീരുമാനിച്ച് കടന്നു വരുന്ന ചില ഓളങ്ങളുണ്ട്, ചില തിരമാലകളുണ്ട്, ചില നദികൾ പൊങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ആ നദി നിന്നെ മുക്കിക്കളകയില്ല. ഹല്ലേലൂയ. കർത്താവിന് തരുന്ന വാഗ്ദത്തം, ഹല്ലേലൂയ, നദി നിന്നെ മുക്കിക്കളകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് തിരമാലകൾ നിന്നെ മുക്കിക്കളയാൻ കടന്നു വരും. യേശു ക്രിസ്തു ചെയ്യുന്നറിയാമോ? ആ കടലിൽ മീതെ നടന്നു വരാനിടയായി തീർന്നു. കടലിൽ മീതെ നടക്കാൻ നിനക്ക് ബലം നൽകണമെങ്കിൽ, ഈ ഓളങ്ങളുടെയും തിരമാലകളുടെയും മീതെ നടക്കുവാൻ നിനക്ക് ബലം നൽകണമെങ്കിൽ ആ കർത്താവ് ഇന്നും മാറിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്നും മാറിപ്പോയിട്ടില്ല. കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഹല്ലേലൂയ. കടൽ മീതെ നടക്കുവാൻ ദൈവം നിനക്ക് ശക്തി തരും. ഹല്ലേലൂയ. ഓളങ്ങളെ, തിരമാലകളെ നിന്റെ കാൽ കീഴെയാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. നിന്നെ മുക്കിക്കളയുവാൻ വരുന്ന പ്രശ്നങ്ങളെ നിന്റെ കാൽ കീഴെയാക്കി കളയുവാൻ ദൈവത്തിന് കഴിയും. റോമാലേഖനത്തിൽ വായിക്കുന്ന പോലെ, സമാധാനത്തിന്റെ ദൈവമോ, ഹല്ലേലൂയ, ശത്രുവിനെ, നിന്റെ സാത്താനെ നിന്റെ കാൽ കീഴെ ചതച്ചു കളയും. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ കാൽ കീഴെയാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. നിന്നെ മുക്കിക്കളയുമെന്നും നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്നും നിന്നെ നശിപ്പിക്കുമെന്നും വാതുകെട്ടുന്ന ചില വിഷയങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി പറയുവാനുള്ളത്, ഹല്ലേലൂയ, ദൈവം നിനക്ക് ബലം നൽകും. ദൈവം നിനക്ക് അഭിഷേകം നൽകും. അതിനെ കീഴ്പ്പെടുത്തുവാൻ, അതിനെ കൈവശപ്പെടുത്തുവാൻ, അതിനെ, ഹല്ലേലൂയ, സ്വാധീനമാക്കുവാൻ വേണ്ട കെൽപ്പ് ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. അടുത്ത ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ ആലോചന മാറാത്തത്. ദൈവം മാറാത്തവനാണ്. ദൈവത്തിന്റെ ആലോചന മാറാത്തതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറാത്തതാണ്. 1 കൊരിന്ത്യർ 1-ാം വാക്യങ്ങൾ വായിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഒന്ന് ഓർത്തു നോക്കിയേ. കഴിഞ്ഞ കാലങ്ങൾ ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ, നമ്മളോട്, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ സഭയോട്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ, നമ്മുടെ ദേശത്തോട് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട്? ഒട്ടനവധിയുണ്ട്. കൂമ്പാരം പോലെയുണ്ട്. ഹല്ലേലൂയ. അത് കർത്താവ് പറയുകയാണ്, എത്രയുണ്ടെങ്കിലും. ഹല്ലേലൂയ. അത് ഉവ്വ് എന്നാണ്. മറിയോട് പറയുമ്പോൾ മറിയ പറയുന്നുണ്ട്, കർത്താവ് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. സഖറിയാവ് വിശ്വസിച്ചില്ല എന്ന് പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. അപ്പം ഈ വാഗ്ദത്തങ്ങളൊക്കെ തക്ക സമയത്ത് നിവർത്തിക്കാനുള്ളതാണ്. അത് തക്ക സമയത്ത് നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരാം. അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വാക്കുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി അവര് ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി അവർ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിച്ചു തരുവാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല ദൈവം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ദൈവത്തിന് മഹത്വം വരുവാൻ തക്കവണ്ണം നാം ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താണ് ആമേന്റെ അർത്ഥം? സത്യം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെ തന്നെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കരുണ മാറിപ്പോകാത്തതാണ്. ദൈവത്തിന്റെ സ്നേഹം മാറിപ്പോകാത്തതാണ്. ദൈവത്തിന്റെ വിശ്വസ്തത മാറിപ്പോകാത്തതാണ്. ദൈവത്തിന്റെ രക്ഷ മാറിപ്പോകാത്തതാണ്. ദൈവത്തിന്റെ നീതി മാറിപ്പോകാത്തതാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം നമ്മൾ നേരത്തെ ചിന്തിച്ച വാക്യം, ഹല്ലേലൂയ, കർത്താവ് പറയുന്നു, ഇന്ന് നിങ്ങൾ സ്ഥിരമായി നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടുകൊള്ളുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ ഇന്ന് കാണും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം മാറാത്തതാണ്. 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. ഹല്ലേലൂയ. സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിന്റെ വചനം. അല്ലെങ്കിൽ ഇന്നലെയും ഇന്നും മാറാത്തവനാണ് ദൈവം. അല്ലെങ്കിൽ ഞാനിങ്ങനെ വചനം വായിച്ചപ്പോൾ ചിന്തിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ സൃഷ്ടി 6 ദിവസം കൊണ്ട് കർത്താവ് സൃഷ്ടിയെല്ലാം ചെയ്തപ്പോൾ 3-ാമത്തെ സൃഷ്ടിയാണ് സകലവിധ വൃക്ഷങ്ങളും ഉണ്ടായി, വിത്തുള്ള ഫലങ്ങൾ ഉണ്ടായി വന്നു. കർത്താവ് കൽപ്പിച്ചപ്പോൾ 3-ാമത്തെ സൃഷ്ടി സകല സസ്യങ്ങളും വൃക്ഷലതാദികളും, ഇവിടെ പറയുന്ന അതത് തരം വിത്തുള്ള ഫലങ്ങളുള്ള വൃക്ഷം. ഒറ്റ കർത്താവ് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ കർത്താവിന്റെ മനോമുഖരത്തിൽ അത് വന്നപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് അതിന്റെ നിലവാരത്തിൽ ഉണ്ടായി വന്നു. ആ വൃക്ഷത്തോടെ, ഫലത്തോടെ, അതിന്റെ നിറവോടെ, അതിന്റെ ഗുണത്തോടെ, അതിന്റെ ബലത്തോടെ, അതിന്റെ ഭംഗിയോടെ, അതിന്റെ എല്ലാവിധ സൗരഭ്യത്തോടെയും നിറത്തോടെയും ഒക്കെ അതുണ്ടായി വന്നു. ഓർത്തു നോക്കി, കർത്താവ് ഒന്ന് കൽപ്പിച്ചപ്പോൾ ആപ്പിളിന്റെ നിറം, ഭംഗി, വലിപ്പം, അതിന്റെ സൗരഭ്യം, അതിന്റെ ഗുണം, അതിന്റെ നിറം എല്ലാം, പുറത്തെ നിറം, അകത്തെ നിറം, അതിനുള്ളിൽ വിത്ത്, ഇതെല്ലാം ഉള്ളതായി വന്നല്ലേ. എന്താ അത്ഭുതകരമാണ്. അപ്പോൾ ദൈവം കഴിഞ്ഞ നാളുകളിൽ അത് ചെയ്തു. ഉണ്ടാകട്ടെ എന്ന് പറയാം, ഭൂമിയുടെ സൃഷ്ടിപ്പിൽ അത് ചെയ്തു. അപ്പോൾ ദൈവം ഒരു കാര്യം ഒരിക്കൽ ചെയ്തെങ്കിൽ അത് പിന്നെയും ആവർത്തിക്കാൻ ദൈവത്തിന് മടിയില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലത് മുളച്ചു വരണമെന്ന് ദൈവത്തിന് കൽപ്പനയുണ്ടെങ്കിൽ അത് സമയത്ത് മുളപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. യോനയുടെ കാലത്ത് നമുക്കറിയാലോ, യോനയ്ക്ക് വേണ്ടി ഒരു ആവണക്കിന് ദൈവം മുളപ്പിച്ചു. ഒരു ദിവസം കൊണ്ട് ആവണക്ക് മുളച്ച് ഈ യോനയ്ക്ക് തണലായി വന്നു. എന്ത് രസമാ അല്ലെ. അപ്പൊ ഓർത്ത് നോക്കിയേ, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന്റെ സൃഷ്ടികളാ നമ്മളനുസരിക്കാത്ത. ദൈവം പെട്ടെന്ന് ദൈവത്തിന്റെ സൃഷ്ടികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക, ദൈവം ഒന്നും മിണ്ടാൻ, ഒന്ന് പറയാൻ, ഒരു കൽപ്പന ഇങ്ങനെ പുറപ്പെടുവിക്കാൻ. നമ്മള് ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അടിയങ്ങൾ വിടകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഒരു വാക്ക് കിട്ടാൻ ഇടിമിന്നലും ഇടിനാദമൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക, കൊടുങ്കാറ്റ് കാത്തിരിക്കുക, കാറ്റുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടി കർത്താവിന്റെ വായിൽ നിന്ന് യെസ് എന്നൊരു വാക്ക് കിട്ടാൻ, ചാർജ് എന്നൊരു വാക്ക് കിട്ടാൻ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികൾ. പക്ഷെ നമ്മളോട് എത്ര പറഞ്ഞാലും നമ്മൾ കേൾക്കത്തില്ല. ഓക്കെ, ഞാനത് വിടുകയാണ്. അപ്പോൾ ഈ വൃക്ഷത്തിന്റെ ഫലം, വൃക്ഷങ്ങൾ മുളച്ചു വന്നു, അതിൽ ഫലമുണ്ടായിരുന്നു, അതിന്റെ ഉള്ളിൽ വിത്തുണ്ടായിരുന്നു, അതിന്റെ പൂർണ്ണ അളവിൽ അത് മുളച്ചു വന്നു. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിനോട് പറഞ്ഞു, ആദാമിനെ പ്രത്യേക ഒരു തോട്ടം കൂടെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഈ വൃക്ഷങ്ങളുടെ ഫലമെല്ലാം നിനക്ക് ഇഷ്ടംപോലെ കഴിക്കാം, ഒരു റെസ്ട്രിക്ഷനുമില്ല, നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം ഒഴികെ. ഇതിന്റെ ഒരു ആവർത്തനം എന്നോണം നമ്മൾ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. മത്സരികളായ ജനത്തിന് ഒരടയാളം കൊടുക്കാൻ. എല്ലാവരും പറയുക, ഞങ്ങൾക്കും നേതാവാകണം, ഞങ്ങൾക്കും മോശയെ പോലെ ആകണം. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയുള്ള കാര്യമാണ് പറയുന്നത്. ഞങ്ങൾക്കും അഹ്റോനെ പോലെ ആകണം, ഞങ്ങൾക്കും ദൈവം സംസാരിക്കും, ഞങ്ങൾക്കും ജനത്തെ നടത്തണം, എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ. ഇങ്ങനെ എന്നും മത്സരം, എന്നും ദൈവത്തോട് പിറുപിറുപ്പ്, എന്നും ദൈവത്തോട് ക്വസ്റ്റ്യനിങ്. ഇതൊക്കെ ആയപ്പോൾ ദൈവം തീരുമാനിച്ചത് ഇതിനൊരു അറുതി വരുത്തണം. അപ്പോൾ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം മോശയോട് ആവശ്യപ്പെട്ടു, ഓരോ ഗോത്രങ്ങളിൽ നിന്നും ഓരോ വടി വീതം കൊണ്ടുവന്ന് അവരവരുടെ പേര് എഴുതി സാക്ഷ്യ കൂടാരത്തിന് മുൻപിൽ വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തുകൊണ്ട് പോക്കും. ഞാൻ തെളിയിക്കാൻ പോവുക ആരാണ് നേതാവ്, ആരാണ് ദൈവം നിയമിച്ച പുരുഷൻ, ആരാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, ആരാണ് ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടത്, ആരാണ് ആലോചന പ്രാപിക്കേണ്ടത്, ആരാണ് ആലോചന കൊടുക്കേണ്ടത്, ആരാണ് സംസാരിക്കേണ്ടത്,
ആരാണ് ജനത്തെ നയിക്കേണ്ടത്? ഇതിനെല്ലാം ഞാനൊരു ക്രമീകരണം വരുത്താൻ പോവുക. എന്നും ഈ ക്വസ്റ്റ്യനും, എന്നും ഈ പ്രതികൂലങ്ങളും, എന്നും ഈ ആക്രോശങ്ങളും ആക്കി മുൻപോട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ കർത്താവ് 12 വടി അവരുടെ ഗോത്രങ്ങളുടെ പേരെഴുതി, ലേവി ഗോത്രത്തിന് അഹ്റോന്റെ പേരും എഴുതി വന്നു. എന്നാൽ പിറ്റേ ദിവസം നമ്മൾ കാണുന്ന ഒരു കാഴ്ച, മറ്റേ വടികളെല്ലാം മറ്റു 11 വടികളും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അഹ്റോന്റെ വടി നമ്മൾ കാണുന്നത്, അഹ്റോന്റെ വടി തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. അപ്പോ ആദിയിൽ ദൈവം വൃക്ഷങ്ങളെ ഉണ്ടാക്കിയപ്പോൾ, സസ്യലതാദികളെ ഉണ്ടാക്കിയപ്പോൾ സംഭവിച്ച അതേ കാര്യം ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ്. ഉണങ്ങിയ ഒരു കമ്പ് അതിൽ തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വന്ന്, അവിടെ ഒരു കല്യാണത്തിൽ വീഞ്ഞില്ല, വീഞ്ഞു തീർന്നുപോയി. കർത്താവ് കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ആ ചരിത്രമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പച്ചവെള്ളം പോലെ അറിയാം. വേലക്കാരോട് പറയാണ്, ഈ കൽപാത്രങ്ങൾ വെള്ളം കോരി നിറപ്പി. അവർ വക്കോളം നിറച്ചു. കോരി വരുന്ന വഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എപ്പോഴാ ഇത് വീഞ്ഞായത് നമുക്കറിയില്ല. വീഞ്ഞില്ല എന്നാ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു വെള്ളം കോരാൻ. രണ്ടും വൈരുദ്ധ്യങ്ങളാണ്. പക്ഷെ പറഞ്ഞത് കേട്ടു, അനുസരിച്ചു, അത്ഭുതം നടന്നു. പിന്നീട് നമ്മൾ കാണുന്നത്, ഈ മുന്തിരി വള്ളി നട്ട് അതിനുവേണ്ടി ഫലമെടുത്ത് അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി ഒരു വീഞ്ഞാക്കി നാളുകൾ അതിനുവേണ്ടി സൂക്ഷിച്ചു വെച്ച് ഒട്ടൊക്കെയാണ് അന്നത്തെ കാലത്ത് വീഞ്ഞുണ്ടാക്കുന്നത്. അത് ഒരു നാളുകളായിട്ടുള്ള പ്രോസസ്സാണ്. എന്നാൽ ഇവിടെ നോക്കി, കർത്താവ് പറഞ്ഞ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഉണ്ടാക്കുക. ദൈവത്തിന് സ്തോത്രം. കോരിക്കൊണ്ട് വിരുന്നുവാഴിയുടെ കയ്യിൽ കൊടുത്ത് രുചി നോക്കിയാറെ ഇത് മനോഹരമെന്ന്. ഇവിടെ ഇത്ര നല്ല വീഞ്ഞ് എവിടെ മാറ്റി വെച്ചിരുന്നു എന്ന് ചോദിക്കത്തക്കവണ്ണം അത്ഭുതകരമായ രീതിയിൽ അവിടെ ഒരു വീഞ്ഞ് ഉണ്ടാകുന്ന കാണും. അതിന്റെ വെള്ളത്തിന്റെ രുചി മാറി, ഗുണം മാറി, നിറം മാറി, അതിന്റെ എല്ലാ ഭാവവും മാറി. അത് വളരെ മേത്തരമായി തീരുവാനിടയായിരുന്നു. കർത്താവിന് ദൈവമക്കളെ, നമ്മുടെ ഏത് വിഷയത്തെയും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ അറിയാം. ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുത്താൽ മതി. കർത്താവ് ഏറ്റവും നന്നായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പണ്ടത്തെ കാര്യങ്ങൾ ഇന്നും നമുക്ക് വേണ്ടി ആവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ നമ്മുടെ സാഹചര്യങ്ങളെ, ഒരു ഗുണമില്ലാത്ത നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ, നിലവാരം മാറ്റാൻ, ഹല്ലേലൂയ, കർത്താവിന് നമ്മുടെ സ്തുതിയെ മാറ്റാനൊക്കെ ദൈവം ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. എലീസ നേരത്തെ പാടിയതുപോലെ യേശു വന്നിട്ടുണ്ട്. നിന്റെ അവസ്ഥയെ മാറ്റാൻ, എൻ്റെ അവസ്ഥയെ മാറ്റാൻ യേശു വന്നിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് മണ്ണില്ലാതെ, സൂര്യപ്രകാശമില്ലാതെ, ജലമില്ലാതെ, മറ്റൊരു സാഹചര്യമില്ലാതെ അഹരോന്റെ വടി തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചെങ്കിൽ, അനുകൂലമായ ഒരു സാഹചര്യമില്ലാതിരിക്കെ നീ ഒരത്ഭുതം ചെയ്തെങ്കിൽ, പച്ചവെള്ളത്തെ ഇൻസ്റ്റന്റ് ആയിട്ട് വീഞ്ഞാക്കിയെങ്കിൽ, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട. അതുകൊണ്ട് ദൈവത്തിന് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള രക്ഷ കണ്ടുകൊള്ളുവിൻ. കർത്താവ് പറയുന്നു, ഭ്രമിക്കേണ്ട. കർത്താവ് പറയുന്നു, രചിച്ചു പോകയില്ല. ഭ്രമിക്കുന്ന വിഷയങ്ങൾ വരും. പക്ഷെ കർത്താവ് പറയുന്നു, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ കർത്താവ് പറയുന്നു, ഭ്രമിക്കേണ്ട. രചിച്ചു പോകുമോ എന്ന് തോന്നുന്ന വിഷയങ്ങൾ വരും. കർത്താവ് പറയുന്നു, നിന്റെ മുഖം രചിച്ചു പോകയില്ല. പതറുന്ന അനുഭവങ്ങൾ വരും. കർത്താവ് പറയുന്നു, പതറേണ്ട. ഇടറുന്ന അനുഭവങ്ങൾ വരും. കർത്താവ് പറയുന്നു, ഇടറേണ്ട. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിൽക്കണം. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി, ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി മുൻപോട്ട് പോകാൻ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിലുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത, സ്റ്റേബിളായി നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ, സ്ഥിരതയോടെ നിൽക്കുവാൻ. കർത്താവ് മാറ്റമില്ലാതെ നിൽക്കുന്നത് പോലെ തന്നെ കർത്താവിന് വേണ്ടി നമുക്കും മാറ്റമില്ലാതെ നിൽക്കാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവത്തിന് തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുന്നു, പ്രത്യാശയുടെ സ്ഥിരത നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ സ്ഥിരത, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ, ഇളകാതെ നിൽക്കുവാൻ, നിർമ്മതരായിരിക്കാൻ, ഹല്ലേലൂയ, ഇളകാതെ നിൽക്കുവാൻ, വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുവാൻ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതിയ വർഷത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ദൈവം നൽകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.